നമസ്കാരം. ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകരെയും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അശ്വതി മുതൽ ആയില്യം വരെയുള്ള 9 നക്ഷത്രക്കാരുടെ ആഗസ്റ്റ് മാസത്തെ ഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് 2025 ഓഗസ്റ്റിൽ ഗ്രഹങ്ങൾ ഏതെല്ലാം സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നതെന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. അതിനുശേഷം നക്ഷത്രഫലങ്ങളിലേക്ക് കടക്കാം. അപ്പം കർക്കിടകം 16 മുതൽ ചിങ്ങം 15 വരെയാണ് 2025 ഓഗസ്റ്റ് മാസം വരുന്നത്. ഇതിൽ ഓഗസ്റ്റ് 16 വരെ ആദിത്യൻ കർക്കിടകൻ രാശിയിലും അതിനുശേഷം ചിങ്ങൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. വെളുത്ത വാവ് ആഗസ്റ്റ് 9-നും കറുത്ത വാവ് 22, 23 തീയതികളിലുമായിട്ടാണ് വരുന്നത്. ചൊവ്വ ഓഗസ്റ്റ് മാസത്തിലെ കന്നിരാശിയിലാണ് സഞ്ചരിക്കുന്നത്. ബുധൻ കർക്കിടകൻ രാശിയിലാണ്. ഓഗസ്റ്റ് 30-ന് അതായത് മാസാവസാനത്തിന് തൊട്ട് മുമ്പായിട്ട് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കും. ഓഗസ്റ്റ് 10-ന് ബുധമൗഢ്യം അവസാനിക്കും. ശുക്രൻ മിഥുനം രാശിയിലാണ് ഓഗസ്റ്റ് മാസത്തിൽ സഞ്ചരിക്കുന്നത്. വ്യാഴത്തോട് ചേർന്ന് സഞ്ചരിക്കുന്നു. ഓഗസ്റ്റ് 20-ാം തീയതി ആകുമ്പം കർക്കിടക രാശിയിലേക്ക് കടക്കും. വ്യാഴം മിഥുന രാശിയിലാണ്. ശുക്രൻ അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും മിഥുനൻ രാശിയിൽ ഗുരുശുക്ര യോഗം ഭവിക്കുന്നുണ്ട്. ശനി മീനൻ രാശിയിൽ തന്നെ വക്രത്തിൽ സഞ്ചരിക്കുന്നു. രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് നിലവിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് ചെല്ലുമ്പോൾ കേതു സൂര്യ യോഗം, ആദിത്യ കേതു യോഗം അവിടെ ഉണ്ടാകുന്നു ചിങ്ങമാസത്തിൽ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലമൊന്ന് പെട്ടെന്ന് നോക്കാം. വളരെ ചുരുക്കി പറഞ്ഞു പോകാം. പ്രവർത്തന രംഗത്ത് പല വിധത്തിലുള്ള വെല്ലുവിളികൾ, ചലഞ്ചസ് നേരിടാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്മൂത്തായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. ചില പ്രശ്നങ്ങൾ അല്പം സങ്കീർണമായിട്ട് അനുഭവപ്പെടാം, എങ്കിലും അതിനെ പരിഹരിക്കാൻ സാധിക്കും. പക്ഷേ അതിനുവേണ്ടി നമ്മുടെ സമയവും നമ്മുടെ ഊർജ്ജവും ഒക്കെ ചെലവഴിക്കേണ്ടി വരും എന്നുള്ളതൊരു പ്രയാസമാണ്. പലപ്പോഴും മറ്റുള്ളവരുടെ സമയം കൂടെ നോക്കി നിൽക്കേണ്ട അവസ്ഥ നമുക്ക് ഉണ്ടാകാം കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു അല്പം മനസ്സിന് പ്രയാസം ഉണ്ടാക്കും. പക്ഷേ നമ്മുടെ സ്ഥാനമാനങ്ങൾ, അഭിമാനപൂർവ്വമുള്ള പെരുമാറ്റം ഒക്കെ നിലനിർത്താൻ സാധിക്കും. നമുക്കൊരു അഭിമാനത്തോടെ തന്നെ പോകാൻ സാധിക്കും. പക്ഷേ പൂർണ്ണമായിട്ടും നമുക്ക് സ്വാശ്രയത്വം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രയാസം ഉണ്ടാകുന്നത്. പിന്നെ സാങ്കേതിക ജ്ഞാനമൊക്കെ നേടാൻ കഴിയുന്ന ഒരു സമയമാണ്. എല്ലാ കാര്യത്തിലും ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിജ്ഞാനം നേടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ സാങ്കേതിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ ഏറ്റവും പുതിയ കാര്യങ്ങളെപ്പറ്റി അറിവ് നേടുക. ഇൻ്റർവ്യൂവിലൊക്കെ അത് വളരെ പ്രയോജനപ്പെടും. നിക്ഷേപങ്ങളിൽ നിന്ന് സാമാന്യമായ ആദായം ലഭിക്കും. പക്ഷേ പൂർണ്ണമായിട്ടും ധനപരമായിട്ട് ഗുണകരമല്ല. നേരത്തെ ഗ്രഹനിലകൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും വിശദീകരിക്കുന്നില്ല. ശനി വക്രത്തിലാണ്. പിന്നെ 7.5 ശനിയാണ് അശ്വതി നക്ഷത്രക്കാർക്ക്. അലസത പല കാര്യങ്ങളിലും അനുഭവപ്പെടാം. പെട്ടെന്ന് യാത്രകൾ ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് പല കാര്യങ്ങളും മാറ്റിവെക്കേണ്ടി വരാം. തടസ്സങ്ങൾ പലപ്പോഴും ഉണ്ടാവുകയും ചെയ്യാം. എന്നാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കുറച്ച് നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ്. ചെലവുകൾ വർദ്ധിക്കും, പക്ഷേ ദാരിദ്ര്യമൊന്നും ഉണ്ടാകാനായിട്ട് സാധ്യതയില്ല. ഈ മാനസിക പിരിമുറുക്കം ഒന്ന് ഒഴിവാക്കിയാൽ അശ്വതിക്കാർക്ക് വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ ദാമ്പത്യ ജീവിതത്തിലെ തർക്കങ്ങൾ ഒഴിവാക്കാനും അവർ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിലെ മുതിർന്ന ബന്ധുക്കൾക്ക് ചില അനാരോഗ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. സഹോദരങ്ങൾക്ക് ചില തടസ്സങ്ങൾ നേരിടാനും സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ ഉത്തരവാദിത്വം വർദ്ധിക്കുകയും ചെയ്യും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രവും മേടക്കൂറിലാണ് വരുന്നത്. 7.5 ശനി കാലമാണ്. കൂടുതൽ ശ്രദ്ധയോടെ പ്രവൃത്തികൾ ചെയ്യേണ്ട സാഹചര്യമാണുള്ളത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റിവെക്കാതെ കൃത്യസമയത്ത് ചെയ്തു തീർക്കണം. അതുപോലെ തന്നെ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കണം, അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ നമ്മൾ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നാലും കഴിയുന്നതും നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെ പ്രവർത്തന രംഗം കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിക്കാം. സർക്കാരുമായിട്ടുള്ള പല കാര്യങ്ങളിലും സ്വരച്ചേർച്ച കുറവ് ഉണ്ടാകാം. ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സർട്ടിഫിക്കറ്റുകളോ ലൈസൻസുകളോ കിട്ടണമെന്നില്ല. നമ്മുടെ പരിശ്രമം
പരിശ്രമത്തിന് തക്ക അംഗീകാരം ലഭിക്കുന്നില്ല എന്നുള്ള വിഷമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഓഫീസിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ബിസിനസ് രംഗത്താണെങ്കിലും നമ്മൾ കൂട്ടായിട്ട് പരിശ്രമിച്ചിട്ട് നമ്മൾ ചെയ്തതിൻ്റെ നേട്ടം കൂടെ വേറൊരാൾ തട്ടിയെടുക്കുന്ന ഒരു വിഷമം അനുഭവപ്പെട്ടേക്കാം. മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ദാമ്പത്യത്തിലും ചെറിയ സ്വരച്ചേർച്ചക്കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദീർഘയാത്രകൾക്ക് അവസരം ലഭിക്കുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. വസ്തു വാങ്ങാനുള്ള ചില തീരുമാനങ്ങളൊക്കെ മാറ്റിവെക്കാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ അസുഖങ്ങളിൽ നിന്ന് മോചനം കിട്ടും. മാതാവിൻ്റെ അസുഖങ്ങളിൽ നിന്നും മോചനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിക്കും രോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവരാണെങ്കിൽ അതിൽ നിന്ന് കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് ഗുണകരമാണ്. ധനപരമായിട്ട് പൂർണ്ണമായിട്ടും ഗുണകരമല്ല. ജോലി ചെയ്യുന്നതിൻ്റെ അംഗീകാരം കിട്ടിയില്ലെങ്കിലും നമ്മളെ ഏൽപ്പിക്കുന്ന പ്രവൃത്തി കൃത്യമായിട്ട് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതുമാണ്. ഇനി കാർത്തിക നക്ഷത്രം ആദ്യപാദം മേടക്കൂറിലും അവസാന മുക്കാൽ ഭാഗം ഇടവക്കൂറിലുമാണ് വരുന്നത്. അവരെ സംബന്ധിച്ച് പല സന്ദർഭങ്ങളിലും ഒരു സംശയം, എന്ത് ചെയ്യണം, ഏത് വഴി പോകണം എന്നുള്ളൊരു സംശയം പലപ്പോഴും ഉടലെടുക്കാം. പല ആളുകളും നമ്മളെ ഒരു കൺഫ്യൂഷനിലാക്കുന്ന, നമ്മളെ ഒരു സങ്കീർണതയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യങ്ങൾ നേരിടാം. എന്നാൽ ജോലിയിലൊക്കെ മിടുക്ക് പ്രകടിപ്പിക്കാനും സാധിക്കും. നല്ല സമർത്ഥമായിട്ട് തന്നെ ജോലി ചെയ്യാൻ സാധിക്കും. സർക്കാരിൽ നിന്ന് പല വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. സംഘടനയുടെ തലപ്പത്തേക്കൊക്കെ തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ട്. അലസത മാത്രമാണ് മാറ്റി നിർത്തേണ്ടത്. ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നോളും. കരാറുകൾ, അതുപോലെ തന്നെ ടെൻഡറുകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. എതിർപ്പുകളെ പലതിനെയും നമുക്ക് നയപരമായിട്ട് തന്നെ തോൽപ്പിക്കാനായിട്ട് സാധിക്കും. വീട്ടിലെ സാഹചര്യം മേടക്കൂറുകാർക്ക് ഒരല്പം ദോഷകരമായിരിക്കും. കാർത്തികയുടെ ആദ്യ പാദത്തിൽ ജനിച്ചവർക്ക്. അവസാന മുക്കാൽ ഭാഗത്ത് ജനിച്ചവർക്ക് വലിയ പ്രയാസങ്ങളില്ലാതെ വീട്ടിലെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും. പണച്ചെലവ് ഉണ്ടാകുമെങ്കിലും ധനവരവ് ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലോണുകളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. തീർത്ഥാടനത്തിന് പോകാനുള്ള അവസരങ്ങളും ഉണ്ടാകുന്നതാണ്. അപ്പം കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാർത്തികയുടെ ആദ്യ പാദത്തിൽപ്പെട്ട മേടക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് കുറച്ച് സങ്കീർണതകൾ അനുഭവിക്കേണ്ടി വരും. എങ്കിലും രോഗങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിക്കുകയും എന്നാൽ ചില മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം ഇടവക്കൂറിലായതുകൊണ്ട് അവർക്ക് ശാരീരികമായിട്ട് ചില അരിഷ്ടതകൾ ഉണ്ടാകുമെങ്കിലും ബിസിനസ്സുകളിൽ നിന്ന് നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെറിയ ബിസിനസ്സുകളിൽ നിന്ന് കൂടുതൽ നേട്ടം ഉണ്ടാകും. തൊഴിൽപരമായ ചില മാറ്റങ്ങളുണ്ടാകും. ബന്ധുജനങ്ങളുമായിട്ട് അടുപ്പമുണ്ടാകാനോ ബന്ധു വീടുകളിൽ നടക്കുന്ന മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ ഒക്കെ അവർക്ക് സാധിക്കുന്നതാണ്. പിന്നെ ദാമ്പത്യ ജീവിതം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും. ഉദര സംബന്ധമായ അസുഖങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. ഭക്ഷണ കാര്യങ്ങളിൽ സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ വീട് പണി ഇടയ്ക്ക് നിന്ന് പോയവർക്ക് അത് പൂർത്തീകരിക്കാനൊക്കെ സാധിക്കുന്ന സമയവുമാണ്. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. അപ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത്. ശനി വക്രത്തിലാണ്. പിന്നെ ചൊവ്വ കന്നിരാശിയിലേക്ക് കടന്നിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഗുണകരമായ കാര്യമാണ്. പിന്നെ രണ്ടാം ഭാവത്തിൽ ഇടവക്കൂറിലാണ് രോഹിണി നക്ഷത്രം വരുന്നത്. രണ്ടാം ഭാവത്തിൽ വ്യാഴവും ശുക്രനും കൂടെ യോജിച്ച് വരുന്നു. അതൊക്കെ ഗുണകരമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വളരെ സമാധാനപരമായിട്ട് നല്ല രീതിയിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കും. ധനപരമായിട്ടും മെച്ചമാണ്. സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കുന്നതാണ്. മേലധികാരികൾ അംഗീകരിക്കുകയും ചെയ്യും. കടബാധ്യതകളിൽ ഒരു പങ്കെങ്കിലും വീട്ടാനായിട്ട് സാധിക്കും. രോഹിണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക. ഈ രോഹിണി നക്ഷത്രത്തിന് പൊതുവേ പല സന്ദർഭങ്ങളിലും വിഷമകരമായ ചുറ്റുപാടുകൾ ഉണ്ടാകാറുണ്ട്. അപൂർവമായിട്ട് ഈ വ്യാഴവും ശുക്രനും ധനഭാവത്തിൽ വരുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ആ അവസരം നന്നായിട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ കിട്ടുന്ന പങ്കിൻ്റെ ഒരു ഭാഗം, ഇപ്പോൾ കിട്ടുന്ന പണത്തിൻ്റെ ഒരു ഭാഗം എന്തിനു ഉപയോഗിക്കണം? കടങ്ങൾ തീർക്കാനായിട്ട് ഉപയോഗിക്കണം. പിന്നെ വിവാഹ കാര്യത്തിൽ ശുഭകരമായ തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മക്കളുടെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. യാത്രകളൊക്കെ ചെയ്യാനും വിനോദയാത്രകൾ കുടുംബത്തോടൊപ്പം ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട്.
ഒന്നിലേറെ സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്ന് ധനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കൂട്ടുകച്ചവടത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ശ്രദ്ധ അല്പം കൂടെ കൂടുതൽ കൊടുക്കേണ്ട ഒരു സന്ദർഭമാണ്. വീട് നിർമ്മാണത്തിന് സർക്കാരിൽ നിന്ന് ചില തടസ്സങ്ങൾ ഉന്നയിക്കപ്പെടാൻ സാധ്യതയും ഉണ്ട്. പിന്നെ വീട്ടിൽ ശാന്തത മിക്കവാറും ഉണ്ടാകും. 90% ശാന്തമായിട്ട് തന്നെ വീട്ടിലെ സാഹചര്യം കൊണ്ടുപോകാം. ബന്ധുഗൃഹങ്ങൾ സന്ദർശിക്കാനോ അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് കാണാതിരുന്ന ചില ബന്ധുക്കളെ കണ്ടുമുട്ടാനോ ഒക്കെ യോഗമുണ്ട്. വിദേശത്തുള്ളവർക്ക് നാട്ടിലൊന്ന് വരാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഭവന വായ്പകൾക്കൊക്കെ അപേക്ഷിച്ചിരുന്നവർക്ക് അത് കിട്ടാൻ സാധ്യതയുണ്ട്. വാഹനം വാങ്ങാനും യോഗമുണ്ട്. ചെറിയ ചില അസുഖങ്ങൾ, പകർച്ചവ്യാധികളോ വൈറൽ ഫീവറൊക്കെ പോലുള്ള ചില അസുഖങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. മറ്റു വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകാൻ ഇടയില്ല. അടുത്തത് മകയിരം നക്ഷത്രത്തിൻ്റെ ഫലമാണ്. മകയിരത്തിൻ്റെ ആദ്യ പകുതി ഇടവക്കൂറിലും രണ്ടാമത്തെ പകുതി മിഥുനക്കൂറിലുമായിട്ടാണ് വരുന്നത്. അപ്പം മകയിര നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് ഗുണകരമാണ്. ചെയ്യുന്ന ജോലിയിൽ അവർക്ക് നന്നായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. വ്യാപാരങ്ങൾ വിപുലീകരിക്കാനുള്ള യോഗമുണ്ട്. ജോലിയിലാണെങ്കിലും ഒന്നിലേറെ ചുമതലകൾ ഒന്നിച്ച് ചെയ്യാനുള്ള ഒരു കാര്യശേഷി കൈവരും. വ്യാപാരത്തിൽ പുതിയ വിപണന തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ച് നടപ്പാക്കും. അതിലൂടെ ലാഭം ഉണ്ടാക്കും. ജോലിയിൽ ജോലിഭാരം കൂടിയേക്കാം. കൂടുതൽ സമയം ജോലി ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകാം. മകയിരത്തിൻ്റെ രണ്ടാമത്തെ പകുതിപ്പെട്ടവർക്ക് ജന്മവ്യാഴമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് ജോലി സ്ഥലത്ത് നിന്നും ചെയ്യുന്ന ജോലിക്കുള്ള പ്രതിഫലം കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷമം നേരിട്ടേക്കാം. പിന്നെ മകയിര നക്ഷത്രക്കാരായ പ്രണയിക്കുന്ന ആളുകൾക്ക് പ്രണയകാര്യങ്ങളിൽ അനുകൂലമായ സമയമാണ്. പിന്നെ കുടുംബകാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും ഇടപെടാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കില്ല. സമയക്കുറവുകൊണ്ടോ ജോലി ഭാരം കൊണ്ടോ അത് ചെറിയ തർക്കങ്ങൾക്കോ അസ്വാരസ്യങ്ങൾക്കോ ഒക്കെ കാരണമാകാം. പിന്നെ കുറേ കടങ്ങളെല്ലാം വീട്ടാനായിട്ട് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇടവക്കൂറിൽ വരുന്ന മകയിരം ആദ്യ പകുതിയിൽ പെട്ടുന്നവർക്ക് ഈ സമയത്ത് ധനലാഭം ഉണ്ടാകുകയും കടങ്ങളൊക്കെ കുറേ വീട്ടാനും സാധിക്കും. മിഥുനക്കൂറുകാർക്ക് ചിലവരൽപ്പം കൂടുതലായിരിക്കും. എങ്കിലും കിട്ടുന്ന ധനത്തിൽ നിന്നൊരു ഭാഗം കടം വീട്ടാൻ ഉപയോഗിച്ചാൽ അത് വളരെ ഗുണപ്രദമാണ്. ഈ സമയത്ത് കുറേ കടം അങ്ങ് വീട്ടാനായിട്ട് സാധിക്കും. രോഗാരിഷ്ടതകൾക്കൊക്കെ ശമനം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതായത് നല്ല ചികിത്സയൊക്കെ തേടാനും നല്ല ഡോക്ടറെയൊക്കെ കാണാനൊക്കെയുള്ള യോഗം ഉണ്ട്. പിന്നെ നമുക്ക് മകയിര നക്ഷത്രത്തിൻ്റെ പ്രത്യേകത നോക്കുമ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് നേട്ടങ്ങളുണ്ടാകുന്ന കാലമാണ്. മത്സര പരീക്ഷകളിൽ വിജയിക്കാം. ഇൻ്റർവ്യൂകളിലൊക്കെ വിജയിക്കാനുള്ള യോഗം ഉണ്ട്. ഇടവക്കൂറുകാർക്ക് പ്രധാന തൊഴിലിന് പുറമെ മറ്റൊരു തൊഴിലിൽ നിന്നും കൂടെ വരുമാനം പ്രതീക്ഷിക്കാം. വാഹനം മാറ്റി വാങ്ങാനും സാധ്യതയുണ്ട്. മിഥുനക്കൂറിൽപ്പെട്ടവർക്ക് ചെറിയ രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. പരിക്കുകളും ഉണ്ടാകാം. വീട്ടിലുള്ള ആൾക്കാർക്ക് ചെറിയ തോതിലുള്ള അസുഖങ്ങളൊക്കെ പിടിപെടാൻ സാധ്യതയുണ്ട്. കാരണം ചൊവ്വ ആ സമയത്ത് 4-ലാണ് സഞ്ചരിക്കുന്നത്. ജന്മവ്യാഴവുമാണ്. വ്യാഴവും ശുക്രനും യോഗം ചെയ്യുന്നത് ഗുണകരമാണ്. ശുക്രൻ ജന്മക്കൂറിൽ സഞ്ചരിക്കുന്നത് ഗുണകരമാണെങ്കിലും വ്യാഴം ജന്മക്കൂറിൽ നിൽക്കുന്നതിൻ്റേതായ കുറച്ച് ദോഷഫലങ്ങളും അവർക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പൂർണ്ണമായിട്ടും ഗുണം എന്ന് നമുക്ക് പറയാൻ കഴിയാത്തത്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരുടെ ഫലമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് കുറച്ച് ഗുണകരമാണ്. സമ്മിശ്രഫലം എന്ന് പറയാമെങ്കിലും അലസതയൊക്കെ മാറിയിട്ട് ഉത്സാഹം അനുഭവിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ ചുമതല ഉണ്ടാകുന്നത് കൊണ്ട് ജോലിഭാരം വർദ്ധിക്കും. പക്ഷേ അങ്ങനെ എൻഗേജ്ഡ് ആകുന്നതുകൊണ്ട്, ജോലിയിൽ മുഴുകുന്നത് കൊണ്ട് അവർക്ക് മറ്റ് ദുഃഖങ്ങളൊന്നും അധികമായിട്ട് ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഗുണകരമാണ്. സ്വന്തമായിട്ട് ബിസിനസ്, സ്വന്തമായിട്ട് ഏജൻസികൾ, ഇടനില നിൽക്കുന്നവർ, അവർക്കൊക്കെ ഗുണകരമാണ് ഈ ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങൾ. ഏജൻസി ബിസിനസ്സിൽ നിന്ന് നല്ല ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നാട് വിട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകാൻ സാധ്യതയുണ്ട്. മറ്റൊരു രാജ്യത്തേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലേക്കോ
ഒക്കെ പോകാനുള്ള സാധ്യത ഉണ്ട്. യാത്രകൾ പലതും ചെയ്യാനായിട്ട് സാധിക്കും. നേരത്തെ ആഗ്രഹിച്ച് പോകാൻ പറ്റാത്ത യാത്രകളൊക്കെ ഈ സമയത്ത് ചെയ്യാം. തീർത്ഥാടനങ്ങളും ചെയ്യാൻ സാധിക്കും. സാഹിത്യം, കല തുടങ്ങിയ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഗുണകരമാണ്. ചിട്ടി, ഇൻഷുറൻസ് മുതലായവയിൽ നിന്ന് ധനലാഭം ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ദാമ്പത്യം പൊതുവെ സമാധാനപരമായിരിക്കും. പിന്നെ തിരുവാതിര നക്ഷത്രക്കാരുടെ ഫലം നോക്കുമ്പം ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നതാണ്. ജോലിക്ക് നേരത്തെ ജോയിൻ ചെയ്യാനൊക്കെ പറ്റാതെ മാറി നിന്നവർക്ക് അതിൽ കൂടെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രോഗചികിത്സയിൽ വളരെ ശ്രദ്ധിക്കണം. നല്ല എക്സ്പെർട്ടായിട്ടുള്ള ഡോക്ടർമാരെ സമീപിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചില സന്ദർഭങ്ങളിൽ ശാരീരിക ആരോഗ്യം മോശമാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അത് പറയുന്നത്. പിന്നെ പൊതുവേ സംഘർഷാവസ്ഥയൊക്കെ കുറയുകയും സമാധാനമായിട്ട് ജീവിതം കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യുന്ന കാലമാണ്. ഒരു 90% സമാധാനം നിലനിർത്താൻ കഴിയുന്ന കാലമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക്. പുണർതം നക്ഷത്രക്കാരുടെ ഫലം നോക്കുമ്പോൾ അവർക്കും ജോലി സംബന്ധമായിട്ടൊരല്പം സ്ട്രെസ്സ് കൂടും. എന്ന് പറഞ്ഞാൽ അവർക്ക് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ജോലി തീർക്കേണ്ട സാഹചര്യങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകാം. പിന്നെ അധികാരികളുമായിട്ടുള്ള ഒരു വടംവലി മനസ്സിനൊരു അല്പം പ്രയാസം സൃഷ്ടിച്ചേക്കാം. കാരണം മേലധികാരി പറയുന്നത് തെറ്റാണെന്ന് പറയാൻ നമുക്ക് സാധിക്കാത്ത ഒരവസ്ഥ. അപ്പോൾ അത് നമുക്കറിയാം ശരിയായത് എന്താണെന്ന്. പക്ഷേ അത് ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് മനസ്സിൽ ഉണ്ടാകുന്ന ഒരു സംഘർഷം, അത് ഈ മാസം പലപ്പോഴും നമുക്ക് നേരിടാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അധ്യാപകരുമായിട്ടൊരു സ്വരച്ചേർച്ചക്കുറവ് ഉണ്ടാകാം. കുടുംബ പ്രശ്നങ്ങൾ ചെറിയ തോതിലെങ്കിലും ഉണ്ടായേക്കാം. കുടുംബ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയൊരു മാരകമായ പ്രശ്നങ്ങളൊന്നുമല്ല, ചെറിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, കുടുംബാംഗങ്ങളുടെ പല ആവശ്യങ്ങൾക്കും നമുക്ക് പങ്കെടുക്കാൻ പറ്റാതിരിക്കുക, മറ്റാരെങ്കിലും ഏൽപ്പിക്കേണ്ടി വരിക, അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുള്ളത്. ശമ്പള വർധനവ് പ്രതീക്ഷിച്ചാലും അത് ഉടനെ ലഭിക്കണമെന്നില്ല. വാഹനം വാങ്ങാൻ പറ്റിയ ഒരു സമയമല്ല. മാസത്തിൻ്റെ 2ാം പകുതി ആകുമ്പോഴത്തേക്കും തടസ്സപ്പെട്ട കാര്യങ്ങളൊക്കെ പതുക്കെ നേടിത്തുടങ്ങുന്നതാണ്. ചെറുകിട വ്യാപാരങ്ങൾ, ഏജൻസി, കമ്മീഷൻ വ്യാപാരങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് വിജയം ഉണ്ടാകുന്നതാണ്. അന്യനാട്ടിൽ താമസിക്കുന്നവർക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരാൻ സാധിക്കുന്നതാണ്. ബിസിനസ്സിൽ വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയും ഉണ്ട്. പിതാവിൻ്റെ അരിഷ്ടതകളൊക്കെ കുറയുന്നതാണ്. പിതാവിന് അനാരോഗ്യം അനുഭവപ്പെട്ടാൽ നല്ലൊരു ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങിക്കാനായിട്ട് മറക്കരുത്. കാരണം അല്ലെങ്കിൽ ഈ രോഗം ശരിയായ സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും മാറ്റിവെച്ചതിന് വേണ്ടിയിട്ട് പോകേണ്ടി വരും. മാസത്തിൻ്റെ 2ാം പകുതിയിൽ പ്രമോഷനോടുകൂടി ശമ്പള വർധനവ് ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്. പുതിയ ജോലി കിട്ടാനും സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഗ്രഹനില വെച്ച് പറയുകയാണെങ്കിൽ നല്ലപോലെ പുതിയ ജോലിയെപ്പറ്റി മനസ്സിലാക്കിയിട്ട് മാത്രമേ അതിലോട്ട് പോകാവുള്ളൂ. അത്ര ഗുണകരമെന്ന് പറഞ്ഞുകൂടാ. ഇപ്പം ഓഗസ്റ്റ് മാസം പകുതിക്ക് ശേഷം ചിങ്ങമാസം ആകുമ്പോഴത്തേക്കും കുറച്ച് അനുകൂലമായിട്ട് വരുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് ചാടി ജോലി വിട്ടിട്ട് പോകാതെ പുതിയ ജോലി എങ്ങനെയുണ്ടെന്ന് അന്വേഷിച്ചറിഞ്ഞിട്ട് ജോയിൻ ചെയ്യുന്നതാണ് ഉചിതം. മുതിർന്നവരിൽ നിന്നുള്ള അംഗീകാരമൊക്കെ ലഭിക്കാനുള്ള യോഗവും ഉണ്ട്. പൂയം നക്ഷത്രത്തിൻ്റെ ഫലം നോക്കുമ്പോൾ ജന്മക്കൂറിലും 2ാം ഭാവത്തിലുമായിട്ട് സൂര്യൻ സഞ്ചരിക്കുന്ന കാലമാണ്. കർമ്മ മേഖലയിലും സാമ്പത്തിക മേഖലയിലും വ്യക്തിപരമായിട്ടും സംഘർഷങ്ങൾ അനുഭവപ്പെട്ടേക്കാം. പല കാര്യങ്ങളിലും സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് പോലും പലപ്പോഴും മറ്റുള്ളവരെ ഏൽപ്പിച്ചത് ചെയ്യിക്കേണ്ട അവസ്ഥ ഉണ്ടാകും. അത് നമ്മുടെ ബിസിനസ്സിലെ തിരക്ക് കൊണ്ടോ ജോലിയിലെ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ നമുക്ക് നേരിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പോലും മറ്റുള്ളവരെ ഏൽപ്പിച്ച് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകാം. ജോലി കിട്ടാനായിട്ട് കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ അലച്ചിലുകൾ നേരിട്ടേക്കാം. കുറേയേറെ യാത്രകൾ ചെയ്യേണ്ട അവസ്ഥകൾ ഉണ്ടായേക്കാം. രാഷ്ട്രീയക്കാർക്ക് അനുയായികളിൽ നിന്ന് പോലും ചോദ്യം ചെയ്യൽ നേരിടേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും സംശയം പ്രകടിപ്പിക്കുന്നതിലൂടെ ഒരു നമ്മുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് പോലുള്ള ഒരു പ്രയാസം നേരിട്ടേക്കാം. അതുകൊണ്ട് സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ വ്യക്തി ജീവിതത്തിലൊരു ശുദ്ധി
പ്രകടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. സുഹൃത്തുക്കളുടെ പിന്തുണ, സ്നേഹമൊക്കെ ലഭിക്കുന്നതാണ്. ആവശ്യമുള്ള സമയത്തൊക്കെ സഹായം കിട്ടും. സർക്കാരിൽ നിന്ന് അനുകൂലമായ നടപടികളുണ്ടാകും. ഊഹക്കച്ചവടത്തിൽ ഏർപ്പെടാനായിട്ട് അത്ര ഗുണകരമായ സമയമല്ല. ബിസിനസ് സ്ഥാപനത്തിന് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ബിസിനസ് കുറച്ചുകൂടെ ഒന്ന് വികസിപ്പിക്കാനായിട്ട് ശ്രമിക്കാൻ സാധ്യതയുണ്ട്. അതിനുള്ള തുടക്ക കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പങ്കാളിത്ത ബിസിനസ് ആരംഭിക്കാനായിട്ട് അത്ര അനുയോജ്യമല്ല ഓഗസ്റ്റ് മാസം. വീട് നിർമ്മാണം പുനരാരംഭിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പുതിയൊരു വീട് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പഴയ വീടിന് അറ്റകുറ്റപ്പണി ചെയ്യാനൊക്കെ യോഗം ഉണ്ട്. പിന്നെ ബിസിനസ്സിൽ പുതിയ സ്ട്രാറ്റജികൾ, പുതിയ നയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വിജയിപ്പിക്കാനും സാധിക്കും. മറ്റാരും കാണാത്ത ചില രീതിയിൽ, ഇപ്പം പരസ്യത്തിലൂടെയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് അതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ കാണാത്ത ഒരു നയം സ്വീകരിച്ച് പുതിയൊരു സ്ട്രാറ്റജിയിലൂടെ ബിസിനസ് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ചിങ്ങമാസം ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ലതാണ്. ആരോഗ്യ കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അലച്ചിലുകൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ വയറിനസുഖം ഉണ്ടാകാം, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ പിടിപെട്ടേക്കാം, അല്ലെങ്കിൽ പനിയോ ജ്വരമോ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നേരിട്ടേക്കാം. അപ്പോൾ മരുന്ന് കഴിക്കുക, നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് തന്നെ മരുന്ന് കഴിക്കുക, പിന്നെ ഭക്ഷണം നല്ല സ്ഥലങ്ങളിൽ നിന്ന് മാത്രം കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കാര്യമായ ദോഷങ്ങളൊന്നും പൂയ നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസത്തിലില്ല. ഗുണങ്ങൾ ഉണ്ട് താനും. ആയില്യ നക്ഷത്രമാണ് അടുത്തത്. അവർക്ക് പിന്നെ ഈ പറഞ്ഞ സൂര്യാദി ഗ്രഹങ്ങളുടെ പൊസിഷൻ അത്ര ഗുണകരമായിട്ടല്ല വരുന്നത്. കാരണം സൂര്യന് മാസത്തിൻ്റെ പകുതി വരെ ആയില്യ നക്ഷത്രക്കാരുടെ ജന്മക്കൂറിലും അതിനുശേഷം 2-ലുമായിട്ടാണ് വരുന്നത്. അപ്പം ജന്മക്കൂറെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ സൂചിപ്പിക്കുന്നതും രണ്ടാം ഭാവം എന്ന് പറയുന്നത് ധനത്തെയും വിദ്യാഭ്യാസത്തെയൊക്കെ സൂചിപ്പിക്കുന്ന ഭാവവുമാണ്. അപ്പം ആദിത്യൻ പാപഗ്രഹമായതുകൊണ്ട് ഈ 2 പൊസിഷനിലും അത് അത്ര ഗുണമെന്ന് പറഞ്ഞുകൂടാ. അതുപോലെ തന്നെ വ്യാഴം നിൽക്കുന്ന രാശി, രാഹു നിൽക്കുന്ന സ്ഥലം, ഇതൊക്കെ അത്ര ഗുണകരമായിട്ടല്ല വരുന്നത്. അപ്പോൾ ലക്ഷ്യം നേടാനായിട്ട് ആവർത്തിച്ചുള്ള ശ്രമങ്ങൾ ആവശ്യമായിട്ട് വരും. നമ്മൾ എത്ര കൂടുതൽ ജോലി ചെയ്താലും അതിന് വേണ്ട അംഗീകാരം കിട്ടാതെ നമുക്കൊരു വിഷമം ഉണ്ടാകും. പലപ്പോഴും നമുക്ക് ചെയ്തു തരാം എന്ന് പറയുന്ന ആളുകൾ പോലും, കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറയുന്ന ആളുകൾ പോലും പിന്നീട് അതിൽ നിന്ന് പതുക്കെ വലിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ നമ്മുടെ ചെലവ് അല്പം വർദ്ധിക്കുന്നതുമാണ്. വരവിനേക്കാളും ഒരല്പം കൂടാനുള്ള സാധ്യതയുണ്ട്. ആഡംബര ചെലവുകളും ഉണ്ടായേക്കാം, അലച്ചിൽ ഉണ്ടാകാം. പിന്നെ പ്രണയിക്കുന്നവർക്ക് പൂർണ്ണമായും ഗുണകരമല്ല. അവർക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ സൃഷ്ടിച്ചേക്കാം. പിന്നെ വിദേശത്ത് കഴിയുന്നവർക്ക് നാട്ടിലെത്താൻ സാധിക്കുന്നതാണ്. കരാർ പണികൾ ചെയ്യുന്നവർക്ക് ഗുണകരമാണ്. വ്യാപാരികൾക്ക് ഗുണകരമാണ്. പിന്നെ ആഡംബര വസ്തുക്കൾ പലതും സ്വന്തമാക്കാനും സാധ്യതയുണ്ട്. അതിനുവേണ്ടി ധനച്ചെലവുണ്ടാകും. പലപ്പോഴും കടം വാങ്ങിയൊക്കെ ആഡംബര വസ്തുക്കൾ വാങ്ങിക്കുന്ന ഒരു പ്രവണത ഉണ്ടായേക്കാം. പക്ഷേ അതിനെ നമുക്ക് അഡ്വൈസബിൾ അല്ല, അത് അത്ര അനുയോജ്യമെന്ന് പറയാൻ കഴിയില്ല. കാരണം കടങ്ങൾ വരുത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വീട്ടുക എന്ന് പറയുന്നത് കുറേ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും കടം വാങ്ങിച്ചുള്ള ആഡംബരങ്ങൾ ഒഴിവാക്കുക. വളരെ അത്യാവശ്യം വന്ന ആവശ്യം നടക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ആഡംബരത്തിന് വേണ്ടി കടം വാങ്ങരുത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ആരോഗ്യപരമായിട്ട് കരുതൽ വേണ്ട സമയമാണ്. പിന്നെ മറ്റൊരു ഗുണമുള്ളത് സുഹൃത്തുക്കളുടെ സഹായം, ബന്ധുക്കളുടെ സഹായമൊക്കെ ഉണ്ടാകും. എതിർപ്പുകളെ നമുക്കൊന്ന് നേരിടാനായിട്ടും സാധിക്കുന്നതാണ്. പിന്നെ വാഹനമോ ഭൂമിയോ ഒക്കെ വാങ്ങാനായിട്ട് ഉള്ള തീരുമാനം കുറച്ച് നീട്ടിവെക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. പുതിയ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകാനായിട്ട് യുവാക്കൾക്കൊക്കെ സാധ്യതയുണ്ട്. യുവാക്കൾക്ക് മാത്രമല്ല, മധ്യവയസ്സ് കഴിഞ്ഞവർക്കും ഈ സാധ്യതയുണ്ട്. പക്ഷേ അതത്ര ഗുണകരമാണെന്ന് തോന്നുന്നില്ല. എങ്കിലും അങ്ങനെയുള്ള ചില ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഓഗസ്റ്റിൽ ഉണ്ട്. മറ്റൊരു വലിയ ഗുണമെന്ന് പറയുന്നത് സന്താനങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക്, സന്താന ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സന്താന യോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആയില്യ നക്ഷത്രക്കാർക്ക്. അപ്പോൾ അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുക സന്താന യോഗത്തിന് വേണ്ടിയിട്ട്. സാമ്പത്തിക വിഷമങ്ങളൊക്കെ മറികടക്കാൻ സാധിക്കും. നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഗ്രഹങ്ങളുടെ പൊസിഷൻ മാറി വരുന്നതനുസരിച്ച്
സാധിക്കും. ഓഗസ്റ്റ് മാസത്തിൽ അത്ര ഗുണകരമല്ല എന്നുള്ളത് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാരുടെ ഓഗസ്റ്റ് മാസത്തെ സാമാന്യ ഫലങ്ങൾ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പരിചയക്കാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവരും അവരവരുടെ പ്രാർത്ഥനകളിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും പ്രത്യേകം നിർദ്ദേശിക്കുകയാണ്. ഈ മാസം ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ഏതാനും വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുള്ളതുകൊണ്ടാണ് വീണ്ടും ആവർത്തിക്കാഞ്ഞത്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും നമസ്കാരം.